ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇന്ന് നമ്മുടെ വീഡിയോ ഇതൊന്നും അല്ല കേട്ടോ, അടീനിയോ അല്ല, ഡെൻഡ്രോബിയോ ആണ്. പക്ഷെ ഇത് നമ്മുടെ അന്ന് ഞാൻ വാങ്ങിയ ഒരു പ്ലാന്റ് ഇല്ലേ, പുതിയതായിട്ട് വാങ്ങിയത്, അത് പോട്ട് ചെയ്യണതായിട്ട് കാണിച്ചില്ലേ, അതിലുണ്ടായ ഫ്ലവർ ആണ് കേട്ടോ. അന്ന് കാണിക്കുമ്പോ ഇതിലൊന്നും ഒരു ഇല പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കണ്ട ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പോട്ടിംഗ് മിക്സിന്റെ ഗുണം ഒക്കെയാണ്. ഇപ്പൊ പിന്നെ നല്ല വെയിലും ഒക്കെ അല്ലേ, അത് കാരണം നല്ല ഫ്ലവർ ആയിട്ടുണ്ട്. ഇതിന്റെ ഐഡി സമ്മർ സ്നോ എന്നാണ് കേട്ടോ. ഇതൊരു യെല്ലോ, പിന്നെ ഉള്ളിലായിട്ട് കുറച്ച് റെഡ് മറൂൺ എന്നൊക്കെ പറയാം, ഇങ്ങനെ ഒരു ഷെയ്ഡ്. ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്. ഇതെന്താ സംഭവം എന്ന് പിടികിട്ടിയാ? ഇതൊരു ഫ്ലവർ സ്പൈക്ക് ആയിരുന്നു. അതായത് ഇതേപോലെ ഒരു ഫ്ലവർ സ്പൈക്ക് ആയിട്ട് വരേണ്ടിയിരുന്ന ഈ ഭാഗം ആദ്യം ഒരു സ്പൈക്ക് പോലെ വന്നിട്ട് പിന്നെ അതിന് ഇലകളാണ് വന്നേക്കണത്. ഇതിനെ പറയുന്നത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് എന്നാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പ്ലാന്റിന് NPK വളങ്ങൾ കൊടുത്തപ്പോഴത്തേക്കും കൂടുതലും ആ ചെടിക്ക് നൈട്രജൻ വളങ്ങളാണ് കൂടുതലും കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ സാധാരണ ഒരു സീഡ്ലിങ്സിന്, ഇതേപോലത്തെ ഒരു സീഡ്ലിങ്സിന് 6 മാസം വരെ കൊടുക്കുന്നത്, 6 മാസം വരെ ഇതാണ് 30-10-10 NPK 30-10-10 ആണ് 6 മാസം വരെയും ഗ്രോത്തിന് കൊടുക്കാറുള്ളത്. അതായത് നൈട്രജൻ കൂടുതലുള്ളത്. പക്ഷെ ഈ ചെടിക്കും കൂടുതലും കിട്ടിയേക്കണത് ഈ നൈട്രജൻ ആണ്. അതിന് 6 മാസത്തിന് ശേഷം നമ്മൾ ഈ NPK ഒന്നില്ലെങ്കിൽ 1919 ഉണ്ടല്ലോ, 19-19-19 അത് കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇത് നൈട്രജൻ കുറഞ്ഞിട്ട് NPKയില് പൊട്ടാസ്യവും ഫോസ്ഫറസും കൂടുതലുള്ള ഇത് മിറാക്കിൾ 13-27-27 കൊടുക്കണമായിരുന്നു. കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിന് കൂടുതൽ അബ്സോർബ് ചെയ്തേക്കണത് നൈട്രജൻ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നേക്കണത്. അപ്പോ നമ്മുടെ ഈ NPK 13-27-27 ഫ്ലവറിങ്ങിനുള്ളത് ഇത് ഒരു 5 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോ ഇത് നമ്മള് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ മൊത്തത്തിൽ ചെടി ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണേ. പുള്ളിക്കാരത്തി ഒരു നല്ലൊരു ഓർക്കിഡ് നഴ്സറി, അതുപോലെ ഇമ്പോർട്ട് ലൈസൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തിയാണ് എനിക്ക് ഈ ഓർക്കിഡിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുള്ളത്. പിന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ ചെടികൾക്ക് എല്ലാത്തിനും ഇങ്ങനെ ഒരു യെല്ലോയിഷ് ആയിട്ട് നിൽക്കണത്. ഇത് വെയിലിന്റെ ശക്തി കൊണ്ടാണ് കേട്ടാ ഇങ്ങനെ വന്നേക്കണത്. ഇവിടെ ഒരു ഷെയ്ഡഡ് ഏരിയ ഒന്നും അല്ല, നല്ലോണം വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ പ്ലാന്റ്സ് വെച്ചേക്കണത്. അതുകൊണ്ടാണ് ഈ ലീഫൊക്കെ ഇങ്ങനെ ഒരു യെല്ലോ കളറായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോ ഡെൻഡ്രോബിയത്തിന്റെ ഈ കുഴപ്പം മാറാനായിട്ട് നമ്മൾ നൈട്രജൻ ഫെർട്ടിലൈസർ കുറച്ചിട്ട് ഫ്ലവറിങ് ഫെർട്ടിലൈസർ കൂട്ടുക. അതാണ് ഇതിന് ചെയ്യാനുള്ള ഒരു മാർഗം. ചിലപ്പോ ഇതിന് ഒരു സ്പൈക്ക് വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ, അതായത് ഡെൻഡ്രോബിയത്തിനുണ്ടാവുന്ന വെജിറ്റേറ്റീവ് ഗ്രോത്ത്, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകൂ. ഓക്കെ. അപ്പോ
താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ്.